നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. കഴിഞ്ഞ ദിവസം NDTVയുടെ ഒരു സർവേ ഫലം വന്നിരുന്നു. അതായത് ഇവിടെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായി മാറാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകൾ മുഖ്യമന്ത്രി കാണണമെന്ന് ആഗ്രഹിക്കുന്നത് സത്യത്തിൽ നമ്മുടെ VD സതീശനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കനകോലു പണം കൊടുത്തുകൊണ്ട് ഒരു സർവേ നടത്തി. അതിൽ ഇടതുപക്ഷം തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശൈലജ ടീച്ചറിനേക്കാൾ താഴെയാണ് പിണറായി വിജയനൊക്കെ വരുന്നത്. തന്നെയല്ല, പിണറായി വിജയനെക്കാട്ടും ശൈലജ ടീച്ചറിനെക്കാട്ടിലും ഒക്കെ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരാൾ VD സതീശനാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയില്ല, മറ്റാരും ഇല്ല. കോൺഗ്രസിലെ വലിയ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരും തന്നെ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞു ഇത് വലിയ ഉടായ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് VD സതീശനോടുള്ള ഒരു മനോഭാവം എത്രത്തോളം നല്ലതാണ് എന്നുള്ള കാര്യം ആ ഒരൊറ്റ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ കേരള ലൈവ് ന്യൂ പോൾ സർവേ എന്ന് പറയുന്ന ഒരു സർവേ നമ്മുടെ കേരളത്തിൽ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. അതായത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം LDF തന്നെ തുടർ ഭരണത്തിലേക്ക് എത്തും. പക്ഷേ തുടർ ഭരണത്തിലേക്ക് എത്തുമെങ്കിൽ തന്നെയും കഴിഞ്ഞ തവണയുണ്ടായ 2021 LDFന് നേട്ടമുണ്ടായതുപോലെ ഒരു വലിയ മുന്നേറ്റം LDFന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ്. പക്ഷേ തുടർ ഭരണം തന്നെയാണ്. ഏകദേശം 83 മുതൽ 95 സീറ്റ് വരെ ഇടതുപക്ഷം നേടും എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന കേരള ലൈവിൻ്റെ ന്യൂ പോൾ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഫലം. അതായത് അതേസമയം എന്നാൽ UDF ആകട്ടെ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താനാണ് സാധ്യത എന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകദേശം നമ്മൾ പരിശോധിച്ചാൽ ഒരു 57 സീറ്റ് വരെയൊക്കെ, അതായത് 42 മുതൽ 57 സീറ്റ് വരെയൊക്കെ നേടാനുള്ള ഒരു സാഹചര്യം ഈ പറയുന്ന UDFനുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് കാര്യം. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം 3 മുതൽ 5 സീറ്റ് വരെ കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു സീറ്റ് നില അനുസരിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്. സത്യത്തിൽ എന്തൊക്കെയാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു സർവേ നടത്തുമ്പോൾ എന്തായാലും വെറുതെ ഒരു സർവേ നടത്താൻ പാടില്ല. ഓരോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു തുടർ ഭരണത്തിലേക്ക് പോകുന്നത്, അത് എത്ര ശതമാനം ഉണ്ടായിരിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ രീതി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സർവേ നടത്തിയത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതായത് ഏകദേശം 47 മണ്ഡലങ്ങളിൽ നിന്നായി 70,500 വോട്ടേഴ്സിൽ നിന്ന് എടുത്ത അഭിപ്രായ സർവേക്ക് അനുസരിച്ചിട്ടാണ് ഇവർ ഈ സർവേ ഫലം ക്ലിയർ ചെയ്തിരിക്കുന്നത്, അല്ലെ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ അനുകൂലിച്ചുകൊണ്ട് ഏകദേശം 42% ആളുകളാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ ഇതുവരെയുള്ള, അതായത് 2021 മുതൽ 26 വരെയുള്ള ഒരു കാലഘട്ടത്തെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് 42% ആളുകൾ സംസ്ഥാന സർക്കാരിന്, അതായത് ഇടതുപക്ഷ സർക്കാരിന് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ വളരെ മികച്ചത് എന്ന് പറയുന്ന അതായത് സർക്കാരിൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നു, ഇപ്പം മികച്ചത്, വളരെ മികച്ചത് എന്ന് പറയുന്ന 2 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ വളരെ മികച്ചത് എന്ന് പറയുന്ന ഏകദേശം 17% ആളുകളാണ് സംസ്ഥാന സർക്കാരിൻ്റെ 2021 മുതൽ 26 വരെ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന് പറയുന്നു. അതോടൊപ്പം അതിൽ മികച്ചത് എന്ന് പറയുന്ന ഒരു അഭിപ്രായം ഏകദേശം 25% ആളുകൾ മികച്ച പ്രകടനമാണ് എന്ന് പറയുന്നു. ഇത് രണ്ടും ആ സർക്കാരിൻ്റെ ഈ 42%-ത്തിനകത്ത് കൊണ്ടുവരുന്നതാണ്. പിന്നീട് ഒരു 34% ആളുകൾ പറയുന്നത് ശരാശരി നിലവാരത്തിൽ പോകുന്ന ഒരു സർക്കാരാണ് ഇതിനകത്ത് ഉള്ളത് എന്ന് 34% പേരും പറയുന്നു. എന്നാൽ എവിടെയാണ് സംസ്ഥാന സർക്കാർ മികച്ചു നിൽക്കുന്ന മേഖല എന്ന് നമുക്ക് നോക്കാം. അതിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനം എത്രത്തോളം ഭംഗിയായി നടത്താൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായി എടുത്തിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ സർക്കാർ ഈ കാലങ്ങളിൽ അത്രയും നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് സംസ്ഥാന സർക്കാർ, അതായത് ഇടതുപക്ഷ സർക്കാർ തുടർ ഭരണത്തിലേക്ക് പോകും എന്ന് ജനങ്ങൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. അതായത് സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനം നമുക്കറിയാം. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സംസ്ഥാന സർക്കാർ കിഫ്ബി എന്ന് പറയുന്ന ഒരു കിഫ്ബിയുമായി ചേർന്നുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവയുടെ ഇതെല്ലാം വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. പിന്നീട് നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, പെൻഷനുകളെല്ലാം, ഇവിടുത്തെ ആരോഗ്യരംഗത്ത് ആൾക്കാർക്ക് നൽകുന്ന സൗജന്യ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ക്ഷേമ പെൻഷനുകൾ, അതോടെ കണക്റ്റ് വർക്ക് ഗ്രാൻറ്റുകൾ തുടങ്ങിയവയെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ശരിക്കും
ഒരു ഈ പറയുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും സർക്കാരിന് അനുകൂല നിലപാടുകൾ പലരും സ്വീകരിച്ചിരിക്കുന്നു. പിന്നീട് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 33% ആളുകൾ സംസ്ഥാനത്തിൻ്റെ മാലിന്യ സംസ്കരണം വളരെ നന്നായിട്ട് പോകുന്നു. അതിൽ 33% ആൾക്കാർ അതിനെ അംഗീകരിക്കുന്നുണ്ട്. ക്ഷേമ പദ്ധതികളിലാണ് ഏറ്റവും അധികം ആളുകൾ അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നത്. 79% ആളുകളാണ് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള ഇത് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ പേരിൽ ഏകദേശം 68% ആളുകളും സംസ്ഥാന സർക്കാരിനെ കുറിച്ച് നല്ലത് പറയുന്നുണ്ട്. അതിൽ UDFകാരെ മാത്രം നമ്മൾ ഒഴിവാക്കി നിർത്തുക. കാര്യം UDFകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ ഇങ്ങനെ ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് നമ്മളോട് ചർച്ച ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നോ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉണ്ടാകുന്ന പോരായ്മകളെക്കുറിച്ച് ഇന്ന് വരെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നതിനോ ഒന്നും ഇതുവരെ എപ്പോഴെങ്കിലും ഈ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? നമ്മുടെ സംസ്ഥാനത്തിലെ എവിടെയെങ്കിലുമുള്ള ഒരു മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് എടുത്ത് ഉയർത്തിക്കൊണ്ടുവരികയും ആ മാലിന്യ പ്രശ്നത്തിന് സംസ്ഥാന സർക്കാർ വേണ്ട വിധത്തിൽ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എപ്പോഴെങ്കിലും ഈ പ്രതിപക്ഷം ഒരു സമര പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതോടൊപ്പം ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും ഇവരൊരു സമര പരിപാടി നടത്തുകയോ അതിൽ വിജയിക്കുകയോ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ അറിവിൽ ഇല്ല. അവർക്ക് വേണ്ടിയിരുന്നത് ശബരിമലയും ഈ പറയുന്ന AI ക്യാമറ അഴിമതിയും K-ഫോൺ തട്ടിപ്പും ഒക്കെ മതിയായിരുന്നു അവർക്ക് സംസാരിക്കാൻ. അപ്പോൾ അത് മാത്രം അവർ സംസാരിച്ചു പോയി. പക്ഷേ വേറൊരു കാര്യങ്ങളും നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് സർക്കാർ പിന്നിലോട്ടാണെന്നോ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരിക്കൽ പോലും ഒരു സമരരംഗത്ത് പോലും നമ്മുടെ പ്രതിപക്ഷത്തെ കണ്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇനി UDFിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് UDFിന് ഈ രീതിയിലൊരു താഴ്ചയിലേക്ക് പോകുന്നത്? അതായത് നമ്മൾ പരിശോധിച്ചാൽ ഒരു 42 മുതൽ 57 സീറ്റുകൾ വരെ UDFിന് കിട്ടാം എന്നുള്ളതാണ്. അത്രയും അവർക്ക് പരമാവധി കിട്ടാൻ സാധ്യതയുള്ളൂ. അതിൽ ഇത് നമ്മൾ പിന്നെ അത്രമാത്രമാണ് അവർ പറയുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 56 മുതൽ 59 സീറ്റ് വരെ കിട്ടാം. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു 58 സീറ്റുകൾ, ഏറ്റവും കുറഞ്ഞത് ഒരു 58 മുതൽ 68 സീറ്റ് വരെ CPMനെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ള നിലയിൽ കിടപ്പുണ്ട്. അതായത് തോൽവി ഉണ്ടാകില്ല എന്നുറപ്പുള്ള ഒരു 60 സീറ്റോളം CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. CPIയെ സംബന്ധിച്ചിടത്തോളം 18 മുതൽ 21 സീറ്റ് വരെ സംസ്ഥാനത്ത് നേടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ അതിൻ്റെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം നില മെച്ചപ്പെടുത്താനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇനി UDFിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെറിയ ആശങ്ക പങ്കുവയ്ക്കേണ്ടി വരും. അതായത് ലീഗ് ഒരു വലിയ ഒറ്റക്കക്ഷിയായി മാറാനുള്ള സാധ്യത കൂടി ഈ പറയുന്ന ന്യൂ പോൾ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കാണേണ്ടി വരും. അതായത് കോൺഗ്രസ് ഇവിടെ നേടാൻ സാധ്യതയുള്ള സീറ്റുകൾ അവരുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ 42 മുതൽ 57 ഇടയ്ക്ക് സീറ്റുകൾ ഇവർ നേടാൻ സാധ്യതയുണ്ട്. അതിൽ 21 മുതൽ 26 സീറ്റുകൾ മാത്രമേ കോൺഗ്രസ് നേടാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. 21 മുതൽ 26 സീറ്റ് വരെ. അതേസമയം ഇപ്പുറത്തോട്ട് നോക്കിയ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 19 മുതൽ 23 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്വാഭാവികമെന്നോണം ഇത്തവണ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ചോദിക്കാനുള്ള സാഹചര്യമുണ്ട്. അവർ നേരത്തെ അവകാശപ്പെട്ടതുപോലെ ഒരു 30 സീറ്റുകളെങ്കിലും ലീഗ് കോൺഗ്രസിനോട് ചോദിക്കും. അങ്ങനെ വന്നാൽ ഈ 30 സീറ്റ് നൽകേണ്ടി വരും. ആ സാഹചര്യത്തിൽ നോക്കുമ്പോൾ 19 മുതൽ 23 സീറ്റ് വരെ ഉറപ്പായും മുസ്ലിം ലീഗിന് പിടിച്ചെടുക്കാൻ കഴിയും. ഏറ്റവും കുറഞ്ഞ ഒരു 15 സീറ്റുകൾ മുസ്ലിം ലീഗിൻ്റെതായി ഉറപ്പുള്ളതുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ലീഗ് മിക്കപ്പോഴും ഒരു ഒറ്റക്കക്ഷി, ഏറ്റവും വലിയ UDFിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിലേക്ക് മുസ്ലിം ലീഗ് മാറാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ പലരും പറയുന്നത് ഈ വികസനം നമുക്ക് തുടരണമെങ്കിലും ഈ ക്ഷേമ പദ്ധതികളെല്ലാം നമുക്ക് മുന്നോട്ട് വേണ്ട വിധത്തിൽ ലഭിക്കണമെങ്കിലും ഇടത് സർക്കാർ തന്നെ തുടരണം എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. പിന്നെ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് പിണറായി വിജയനെ തന്നെയാണ്. അത് ഏകദേശം 31% ആളുകൾക്കും നമ്മളുടെ ഇപ്പോഴുള്ള പിണറായി വിജയൻ സഖാവ് തന്നെ മുഖ്യമന്ത്രിയായി തുടരണം എന്ന് പറയുന്നു. അതോടൊപ്പം ശൈലജ ടീച്ചർക്ക് ഏകദേശം 24% ആളുകളാണ് ശൈലജ ടീച്ചറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രി തന്നെ തുടരുകയും വേണം, ശൈലജ ടീച്ചറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും വേണം എന്നുള്ളത് ചുരുക്കം. ഇനിയിപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശൈലജ ടീച്ചർ വീണ്ടും ആരോഗ്യ വകുപ്പ് മന്ത്രിയായി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതല്ല, ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട്. അങ്ങനെ വന്നാൽ ശൈലജ ടീച്ചർ നമ്മുടെ മുഖ്യമന്ത്രിയായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സിന്ദാബാദ് വിളിക്കാൻ എല്ലാ സഹാക്കന്മാരും തയ്യാറായി നിൽക്കുകയാണ് നമുക്കറിയാം.
കാരണം അതൊരു വലിയ ചരിത്രമായിരിക്കും. CPM-ന് ഈ ലോകത്തോട്, ഈ രാജ്യത്തോട് വിളിച്ചു പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ചരിത്രമായി അത് മാറുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ആദ്യമായി അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരമേൽക്കുന്നു എന്ന് പറയുന്ന ചരിത്ര മുഹൂർത്തമായി അത് മാറുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ UDF വരുന്നതിനോട് എതിർപ്പ് പറയുന്ന ആളുകൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. മതപരമായ, അതായത് വർഗീയമായ ഒരു ധ്രുവീകരണം നമ്മുടെ സംസ്ഥാനത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മതനിരപേക്ഷത എല്ലാ കാലത്തും നിലനിന്ന് പോരണമെന്നുണ്ടെങ്കിൽ LDF തന്നെ അധികാരത്തിൽ തുടരുന്നതാണ് നല്ലത്. അതായത് കൂടുതൽ ആൾക്കാരും ഭയക്കുന്നത് അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവിടെ UDF ഒരു വലിയ പ്രചരണായുധമായി മാറ്റിയിരുന്നത് ഹിന്ദു വിശ്വാസവും ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ ആയിരുന്നു അവർ ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അവിടെ നമുക്ക് പ്രധാനമായും ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരിക്കലും UDF വരാൻ പാടില്ല. UDF വന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ വലിയൊരു വർഗീയ ധ്രുവീകരണം സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മതേതരത്വം എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ സംസ്ഥാനത്ത് പുലരണമെങ്കിൽ അതിന് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം കൂടിയേ തീരൂ, അല്ലെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ തുടരുക തന്നെ വേണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ തുടരണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ചോദിച്ചാൽ, ഒന്ന്, ഏറ്റവും പ്രധാനമായി നമ്മൾ പറയേണ്ടത് വികസനം തന്നെയാണ്. 2 ക്ഷേമ പദ്ധതികളാണ്. അതിൽ അടിസ്ഥാന സൗകര്യ വികസനമുണ്ട്, മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള സ്റ്റാൻഡുകളുണ്ട്, നമ്മുടെ ക്ഷേമ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുകൂടാതെ മോറോവർ എന്ന് പറയാൻ പറ്റും, അതിലുപരിയായി നമ്മുടെ സംസ്ഥാനത്ത് ഒരു മതനിരപേക്ഷമായ ഒരു സംവിധാനം നിലനിന്ന് പോരണമെങ്കിൽ അവിടെയും ഇടതുപക്ഷം തന്നെ തുടരണം എന്നാണ് ജനങ്ങൾ കൂടുതലും ആവശ്യപ്പെടുന്നത്. എന്നാൽ UDF-ൽ ഒരു മുഖ്യമന്ത്രിയെ ആരാകണമെന്ന് വെറുതെ ഒരു ചോദ്യം ജനങ്ങളോട് ചോദിക്കുമ്പോൾ അവർക്ക് VD സതീശനെ വേണ്ട. അതായത് NDTV-യുടെ ആ പോളിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവിടെ ജനങ്ങൾ പറയുന്നത് ചെന്നിത്തല തന്നെ അവരുടെ മുഖ്യമന്ത്രിയായി വരണം എന്ന് തന്നെയാണ്. ഇപ്പം സതീശൻ ചിത്രത്തിലേ ഇല്ല, സതീശനില്ല, KC വേണുഗോപാലില്ല, K മുരളീധരനില്ല, മറ്റാരുമില്ല. അവിടെ മുഖ്യമന്ത്രിയായി UDF-ൻ്റെതായി വരണമെങ്കിൽ അത് രമേശ് ചെന്നിത്തല വന്നാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മികച്ച പാർലമെന്റേറിയൻ വേറെയാണ്, മികച്ച കള്ളൻ വേറെയാണ്, അതായത് നുണപ്രചാരകൻ വേറെയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സർവേ ഫലത്തെ ഒരുപക്ഷെ ഈ സർവേ കണ്ടിട്ട് CPM-കാരും അമിത ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ നിൽക്കരുത്. കാര്യം ഒരുപാട് കാര്യങ്ങൾ, ഈ പറയുന്ന ജനസമ്പർക്ക പരിപാടി അല്ലെങ്കിൽ ഈ പറയുന്ന ഗൃഹസന്ദർശന പരിപാടി ഉൾപ്പെടെയുള്ള കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇനിയും ആവശ്യം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.